ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ് താരീഖ് 2022 ഹാഫ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ പ്രവർത്തനം കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജനനസ്ഥലം ബൈത്തുൽ മഖ്ദിസ്, മക്കത്തുൽ മുകറമ, മദീനത്തുൽ മുനവ്വറ. ഉത്തരം മക്കത്തുൽ മുകറമ. 2. മഹാന്മാരെ മുൻനിർത്തി തവസ്സുൽ പ്രാർത്ഥന നടത്തൽ ബിദ്അത്ത്, ഷിർക്ക്, സുന്നത്ത്. ഉത്തരം സുന്നത്ത്. 3. ഫത്ഹുൽ ഫുതൂഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന യുദ്ധം നഹാവന്ത്, മദാഇൻ, ഖാദിസിയ. ഉത്തരം നഹാവന്ത്. 4. യർമൂക്ക് കീഴടക്കിയ സർവ്വ സൈന്യാധിപൻ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. ഉത്തരം ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. 5. പാശ്ചാത്യ റോമിന്റെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിൾ, റോമാപട്ടണം, മദാഇൻ പട്ടണം. ഉത്തരം റോമാപട്ടണം. 6. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇറാഖിലേക്ക് സൈന്യങ്ങളെ അയച്ച വർഷം ഹിജ്റ 14, ഹിജ്റ 12, ഹിജ്റ 13. ഉത്തരം ഹിജ്റ 12. അടുത്ത പ്രവർത്തനം ചേരുംപടി ചേർക്കുക. 7ാമത്തെ ക്വസ്റ്റ്യൻ, പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം. അപ്പോൾ ഇപ്പുറത്ത് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ ബുസാഖ, ബി കോൺസ്റ്റാന്റിനോപ്പിൾ, സി മദായിൻ, ഡി ബൈത്തുൽ മഖദിസ്, ഇ യമാമ. അപ്പോൾ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഉത്തരം ഓപ്ഷൻ സി മദായിൻ. 8. ഫലസ്തീനിന്റെ തലസ്ഥാനം ഉത്തരം ഓപ്ഷൻ ഡി ബൈത്തുൽ മഖദിസ്. 9. മുസൈലിമത്തുൽ കദ്ദാബ് നബിയാണെന്ന് വാദിച്ചു. ഉത്തരം ഓപ്ഷൻ ഇ യമാമ. 10. പൗരസ്ത്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഉത്തരം ഓപ്ഷൻ ബി കോൺസ്റ്റാന്റിനോപ്പിൾ. 11. പ്രവാചകത്വവാദിയായ തുലൈഹത്തിനെ പരാജയപ്പെടുത്തിയ സ്ഥലം ഉത്തരം ഓപ്ഷൻ എ ബുസാഖ. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 12ാമത്തെ ക്വസ്റ്റ്യൻ. 12. ഹിജ്റ ഡേഷ് വർഷം റബീഉൽ അവൽ 12-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. ഉത്തരം ഹിജ്റ 11-ാം വർഷം റബീഉൽ അവൽ 12-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. 13. ഖിലാഫത്തിന്റെ സുവർണകാലം ഏകദേശം ഡേഷ് വർഷമായിരുന്നു. ഉത്തരം ഖിലാഫത്തിന്റെ സുവർണകാലം ഏകദേശം 30 വർഷമായിരുന്നു. 14. ഒന്നാം ഖലീഫയുടെ ഭരണം ഡേഷ് വർഷവും 3 മാസവും 10 ദിവസവുമാണ്. ഉത്തരം ഒന്നാം ഖലീഫയുടെ ഭരണം 2 വർഷവും 3 മാസവും 10 ദിവസവുമാണ്. 15. യർമൂക്കിൽ റോം സൈന്യത്തിന്റെ എണ്ണം ഡേഷ് 40,000 ആയിരുന്നു. ഉത്തരം യർമൂക്കിൽ റോം സൈന്യത്തിന്റെ എണ്ണം 2,40,000 ആയിരുന്നു. 16. അബൂബക്കർ റളിയല്ലാഹു അൻഹു അറബ് നാടുകളെ ഡേഷ് സംസ്ഥാനങ്ങളാക്കി തിരിച്ചു. ഉത്തരം അബൂബക്കർ റളിയല്ലാഹു അൻഹു അറബ് നാടുകളെ 11 സംസ്ഥാനങ്ങളാക്കി തിരിച്ചു. 17. നുബുവത്തിന്റെ ഡേഷ് വർഷമാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത്. ഉത്തരം നുബുവത്തിന്റെ 6ാം വർഷമാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത്. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഹിംസ കീഴടക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു നിയോഗിച്ച സൈന്യാധിപൻ ഉത്തരം അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ്. 19. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ഉത്തരം ഉമർ റളിയല്ലാഹു അൻഹു. 20. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഖലീഫയാകേണ്ടത് അലി റളിയല്ലാഹു അൻഹു ആണെന്ന് വാദിച്ച വിഭാഗം ഉത്തരം ഷിഅ. 21. ആദ്യമായി അമീറുൽ മുഅ്മിനീൻ എന്ന പേര് സ്വീകരിച്ച ഖലീഫ ഉത്തരം ഉമർ റളിയല്ലാഹു അൻഹു. 22. ഉമർ റളിയല്ലാഹു അൻഹുവിനും സഹോദരിക്കും ഖുർആൻ പഠിപ്പിച്ച സ്വഹാബി ഉത്തരം ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു. 23. ഖാദിസിയയിൽ മുസ്ലിം സൈന്യാധിപൻ ഉത്തരം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അടുത്ത പ്രവർത്തനം ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 24ാമത്തെ ക്വസ്റ്റ്യൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം അനുദിനം ശോഷിച്ചു കൊണ്ടിരുന്നു. കാരണം ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ തുടർന്ന് ദുഃഖിതനായത് കാരണം. 25. ഉമർ റളിയല്ലാഹു അൻഹു ഏതൊക്കെ യോഗ്യതയിലൂടെയാണ് വളർന്നു വന്നത്? ഉത്തരം ധൈര്യം, ശൗര്യം, ഭാഷാശുദ്ധി, സാഹിത്യം. 26. ഞാൻ തിന്മ ചെയ്താൽ നിങ്ങൾ എന്നെ നേരെയാക്കുക. ആര് എപ്പോൾ പറഞ്ഞു? ഉത്തരം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തപ്പോൾ ഉടനെ നടത്തിയ പ്രഥമ പ്രഭാഷണത്തിൽ. 27. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ മുഖമുദ്ര എന്തായിരുന്നു? ഉത്തരം നീതിയും നിഷ്പക്ഷതയും. 28. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസദാർഢ്യത്തെക്കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? ഉത്തരം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ഭൂനിവാസികളുടെ മുഴുവൻ ഈമാനുമായി തുലനം ചെയ്താൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനായിരിക്കും മുൻതൂക്കം ഉണ്ടാവുക. 29. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന പ്രവർത്തനങ്ങളിൽ ഒന്നെഴുതുക. ഉത്തരം ഹിജ്റ 16-ാം വർഷം ഹിജ്റ കലണ്ടർ നടപ്പാക്കി. പേജ് നമ്പർ 51-ലും 52-ലും വേറെ ഒരുപാട് പ്രവർത്തനങ്ങൾ കൂടി പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ളത് പഠിക്കുക. 30ാമത്തെ ക്വസ്റ്റ്യൻ, പ്രവാചകത്വവാദികളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യാനുള്ള കാരണമെന്ത്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചക ലബ്ധിക്ക് ശേഷം തിരുമേനിയുടെ ജീവിതകാലത്തോ അതിനുശേഷമോ ആരെങ്കിലും പ്രവാചകത്വം വാദിച്ചാൽ അവൻ വ്യാജനും വഞ്ചകനുമാണ്, അതുകൊണ്ട്. 31ാമത്തെ ക്വസ്റ്റ്യൻ, ഉമർ റളിയല്ലാഹു അൻഹു കീഴടക്കിയ രാജ്യങ്ങൾ ഏതെല്ലാം? ഉത്തരം പേർഷ്യൻ സാമ്രാജ്യവും റോം സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്ന ഷാം രാജ്യവും ഈജിപ്തും.
അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 32ാമത്തെ ക്വസ്റ്റ്യൻ ഉദാരമതിയായ അബൂബക്കർ റളിയല്ലാഹു അൻഹു. 33ാമത്തെ ക്വസ്റ്റ്യൻ നഹാവന്ത് വിജയം. അപ്പോൾ 32ന്റെ ആൻസർ പേജ് നമ്പർ 17ലും 18ലും പറയുന്നുണ്ട്. 33ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ പേജ് നമ്പർ 61ലും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് നോക്കി പഠിക്കുക. അപ്പോൾ കൂട്ടുകാരെ, ഇതോടെ നമ്മുടെ 8ാം ക്ലാസ് താരീഖ് 2022 ഹാഫ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആൻസർ ചെയ്തു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.